മറ്റത്തൂർ പഞ്ചായത്ത് നമ്മുടെ വല്ലച്ചിറ പഞ്ചായത്തിൽ 150 വർഷം പഴക്കമുള്ള ഒരു സ്കൂളുണ്ട്. ആ പഞ്ചായത്തിലുള്ള ഏക ഗവൺമെന്റ് സ്കൂളാണ്. അത് ഇപ്പോഴും UP തന്നെയായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴും ഹൈസ്കൂളാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ മൊത്തത്തില് അദ്ദേഹം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വൻ പരാജയമാവുന്നുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അദ്ദേഹം വലിയ ആനയാണ് ചേനയാണെന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്കാർ പറയണ്ടായിരിക്കാം. പക്ഷെ ജനങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഇത്രയാണ്. ഈ മണലൂരിലെ ജനങ്ങൾ ഏത് തരത്തിൽ വിധി എഴുതും എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഈ ഒരു ഇതുപോലുള്ള വിഷയങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ലല്ലോ. മണലൂര് സംഭവം ആളെ കുറിച്ച് അറിയണ്ടാവില്ല. എന്ന് വെച്ചാൽ അതുകൊണ്ടാണല്ലോ CPM പുതുക്കാട് നിർത്താണ്ട് ആളെ മണലൂര് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. 3 ടൈം 2006, 2011, 2016 കാലഘട്ടങ്ങളിലെ MLA ആയിരുന്നു. അതിനുശേഷം ആ ടൈമിലെ മന്ത്രി കൂടിയായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു. പക്ഷെ അദ്ദേഹം 15 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA മന്ത്രിയായ സമയത്തൊക്കെ തന്നെ നിരവധി പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചത്. ഒട്ടനവധി പദ്ധതികൾ ഞാൻ നടപ്പിലാക്കും, ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്തൊക്കെ തന്നെ ഒരു പദ്ധതിയും പൂർത്തീകരിക്കാനായിട്ട് ശ്രീ രവീന്ദ്രൻ മാഷിക്ക് സാധിച്ചിട്ടില്ല. നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് നിയോജക മണ്ഡലത്തിലാണ് എന്നുള്ളത്. നിയമസഭാ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് CPM അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ 15 വർഷം MLA-യും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന പ്രൊഫസർ രവീന്ദ്രൻ മാഷ്, അദ്ദേഹം ഇത്തവണ ഇവിടെ സ്ഥാനാർത്ഥിയല്ല. പക്ഷേ അദ്ദേഹത്തെ പുതുക്കാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാതെ CPM മണലൂർ നിയോജക മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയാക്കി അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ 15 വർഷക്കാലയളവ് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച രവീന്ദ്രൻ മാഷിന് എന്തുകൊണ്ടായിരിക്കാം CPM ഈ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരുന്നത് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തെ പറ്റി ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? അരുൺ. ഓക്കെ ചേട്ടാ, എന്താ ചെയ്യുന്നത്? ഞാൻ വർക്ക്ഷോപ്പ് അടുത്താണ്. ഈ മണ്ഡലത്തിൽ വോട്ടറല്ലേ? അതെ അതെ, നല്ല പറപ്പൂര പഞ്ചായത്തിലാണ്. ഓക്കെ ചേട്ടാ, ഇപ്പോ ഈ 15 വർഷം ഇവിടെ MLA-യും അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ഈ രവീന്ദ്രൻ മാഷ്, അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ മത്സരിപ്പിക്കാതെ മണലൂർ മണ്ഡലത്തിലേക്കാണ് CPM അവിടെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തോട് മാറ്റിയത്? നിലവില് രവീന്ദ്രൻ മാഷ് ഇവിടെ 2 പ്രാവശ്യം MLA ആയിരുന്നു, പിന്നെ ഒരു പ്രാവശ്യം വിദ്യാഭ്യാസ മന്ത്രി ആയെങ്കിലും ഇവിടെ നമ്മുടെ മണ്ഡലത്തിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ആള് തുടങ്ങി വെച്ച പല കാര്യങ്ങളും എല്ലാം പരാജയപ്പെട്ടിട്ടുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഒരു ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കോളിൽക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. അതുണ്ടാക്കിയിട്ട് ഇപ്പോഴും വെള്ളം തടയണയിൽ നിർത്താൻ പറ്റണില്ല. അതിൻ്റെ അടിയിൽ കൂടെ തന്നെ വെള്ളം പോണത്. 15 വർഷമായിട്ടും അതിൽ കൂടെ ഒരു വാഹനം കറക്റ്റായിട്ട് പോകാനും പറ്റില്ല. എന്ന് വെച്ചാൽ മണ്ണൊക്കെ ഇടിഞ്ഞ് റോഡൊക്കെ ഇടിഞ്ഞ് നാശമായി. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ വല്ലച്ചിറയിലൊരു നമ്മുടെ മറ്റത്തൂര് ചെമ്പുച്ചിറ സ്കൂൾ കെട്ടിടം പണിതതിന്റെ പിന്നാലെ അടർന്ന് വീഴും പ്രശ്നമൊക്കെ ആയിട്ട് അതൊക്കെ വലിയ വാർത്തയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ 100ഓളം നമ്മുടെ SC കോളനികളുണ്ട് നമ്മുടെ ഈ പുതുക്കാട് മണ്ഡലത്തിൽ. ഇപ്പോഴും ഈ സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള വികസനം അവിടെ നടന്നിട്ടില്ല. പാവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ നമ്മുടെ ആദിവാസി കോളനി ഉണ്ട് 2 നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിൽ വിടുന്നത്. അവിടെ ഇപ്പോഴും കുടിവെള്ളത്തിനും അതുപോലെ തന്നെ ഭക്ഷണ സൗകര്യം വരെ അവർക്കില്ല. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ വെള്ളം ഇല്ലാണ്ട് അവർ കാടിന്റെ ഉള്ളിലേക്ക് കയറി പോണ അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു കളിക്കാൻ ഒരു സ്ഥലം, അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം, അതുപോലെ തന്നെ മറ്റത്തൂർ പഞ്ചായത്ത് നമ്മുടെ വല്ലച്ചിറ പഞ്ചായത്തിൽ 150 വർഷം പഴക്കമുള്ള ഒരു സ്കൂളുണ്ട്. ആ പഞ്ചായത്തിലുള്ള ഏക ഗവൺമെന്റ് സ്കൂളാണ്. അത് ഇപ്പോഴും UP തന്നെയായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴും ഹൈസ്കൂളാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ മൊത്തത്തില് അദ്ദേഹം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വൻ പരാജയമാവുന്നുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അദ്ദേഹം വലിയ ആനയാണ് ചേനയാണെന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്കാർ പറയണ്ടായിരിക്കാം. പക്ഷെ ജനങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഇത്രയാണ്. ഈ മണലൂരിലെ ജനങ്ങൾ ഏത് തരത്തിൽ വിധി എഴുതും എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഈ ഒരു ഇതുപോലുള്ള വിഷയങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ലല്ലോ. മണലൂര് സംഭവം ആളെ കുറിച്ച് അറിയണ്ടാവില്ല. എന്ന് വെച്ചാൽ അതുകൊണ്ടാണല്ലോ CPM പുതുക്കാട് നിർത്താണ്ട് ആളെ മണലൂര് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അപ്പോ അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ BJP-യുടെ സ്ഥാനാർത്ഥി, ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. K അനീഷ് കുമാർ അല്ലേ അവിടുത്തെ സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ആള് വിജയിക്കാനാണ് സാധ്യത. 100% ആള് നടത്തിയിട്ടുള്ള തൃശ്ശൂര് ഒരു മണ്ഡലത്തിൽ പോലും വിജയിക്കാത്ത സ്ഥലത്താണ് ഒരു MP-നെ സൃഷ്ടിച്ചെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ സംഘടന ഒരു സ്ഥലത്തും നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തനം ഇല്ലാത്ത സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും സംഘടന ശക്തമാക്കിക്കൊണ്ട് തന്നെ അവിടെ ഒരു MLA MP-നെ നമുക്ക് ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും വാർഡ് മെമ്പർമാരുടെ എണ്ണം കൂട്ടി, പ്രവർത്തകർ തന്നെ നല്ല ഊർജ്ജസ്വലരായിട്ട് വന്നു. പല പാർട്ടികളിൽ നിന്നും, പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നമ്മുടെ BJP-യിലേക്ക് കുറെ ആളുകൾ വന്നിട്ടുണ്ട് ഇല്ലേ. നമ്മുടെ പത്മജ അടക്കമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളതല്ലേ. ഇപ്പൊ ഈ CPM എന്തുകൊണ്ടായിരിക്കാം ചെറുപ്പക്കാരെ ഈ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് അധികം പരിഗണിക്കാതെ ഈ രവീന്ദ്രൻ മാഷിനെ പോലെ ഒരുപാട് വർഷങ്ങൾ MLA ആയി നിന്നിരുന്ന ആളുകളെ വീണ്ടും ഇതുപോലെ പരിഗണിക്കേണ്ട ആവശ്യം എന്തായിരിക്കാം മറ്റൊരു മണ്ഡലത്തിൽ?
അതായത് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു തൊഴിലവസരം, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി ഈ ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ഭൂരിഭാഗം ജനങ്ങളും കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് വേണ്ടി പോവാണ്. അപ്പൊ തീർത്തും യുവാക്കളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കാർ ഭരണമാണ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഒപ്പം ആരെങ്കിലും നിൽക്കാൻ വേണ്ടേ? കുറച്ച് ഈ പറഞ്ഞ പോലെ പാവപ്പെട്ട കുറെ ആളുകളെ ഇവര് എന്തെങ്കിലുമൊക്കെ കൊടുത്ത്, പെൻഷനൊക്കെ കൊടുത്ത് തരികട കാണിച്ച് നിർത്തുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് ആളുകൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അത് ഭീഷണിപ്പെടുത്തി അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മറ്റേ തൊഴിലാളികളെയും അതുപോലെ തന്നെ നമ്മുടെ കർഷകരെ അത്തരം ആളുകൾക്ക് അതിന് വേണ്ട സാധനങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി ജാഥയ്ക്ക് ഇറക്കുന്നത് പോലെയല്ലല്ലോ ഈ ഇതിലുള്ള ഇലക്ഷൻ നിൽക്കുമ്പോഴുള്ള കാര്യങ്ങള്. അപ്പോ ഈ മണലൂരിൽ ഈ രവീന്ദ്ര മാഷ് വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. എന്റെ കാഴ്ചപ്പാടില് പുതുക്കാടുത്ത അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ജനം അവിടെ മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ ഒരു 50,000-ൽ താഴെ വോട്ടില് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ അവിടെ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേട്ടാ? രാജേഷ്. ഈ പുതുക്കാട് മണ്ഡലത്തിലെ വോട്ടാണോ? അതെ, പുതുക്കാട് മണ്ഡലത്തിലെ വോട്ടാണ്. പുതുക്കാട് പഞ്ചായത്തിലാണ്, ചെങ്ങാലൂരാണ് ഞാൻ താമസിക്കുന്നത്. ചേട്ടാ, അതെ, ഈ നമ്മുടെ നിലവിൽ ഇവിടെ 15 വർഷത്തോളം MLA ആയിരുന്ന വ്യക്തിയാണല്ലോ രവീന്ദ്ര മാഷ്. അദ്ദേഹം ഇപ്പോ പുതുക്കാട് മണ്ഡലത്തിലല്ല ഇത്തവണ നിയമസഭാ ഇലക്ഷൻ മത്സരിക്കുന്നത്, മണലൂരാണ്. എന്താണ് അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു അഭിപ്രായം? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു ഈ ഒരു മണ്ഡലത്തിൽ? കഴിഞ്ഞ 3 ടൈം 2006, 2011, 2016 കാലഘട്ടങ്ങളിലെ MLA ആയിരുന്നു. അതിനുശേഷം ആ ടൈമിലെ മന്ത്രി കൂടിയായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു. പക്ഷെ അദ്ദേഹം 15 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA മന്ത്രിയായ സമയത്തൊക്കെ തന്നെ നിരവധി പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചത്. ഒട്ടനവധി പദ്ധതികൾ ഞാൻ നടപ്പിലാക്കും, ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്തൊക്കെ തന്നെ ഒരു പദ്ധതിയും പൂർത്തീകരിക്കാനായിട്ട് ശ്രീ രവീന്ദ്രൻ മാഷിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ടൂറിസ്റ്റ് മേഖല പറഞ്ഞ ഇക്കോ ടൂറിസം പദ്ധതി വലിയൊരു പദ്ധതിയാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത്. പക്ഷെ അത് പ്ലാൻ ചെയ്യൽ മാത്രമാണ് ഉണ്ടായത്. പക്ഷേ അത് ഒരു തുടർ പ്രവർത്തനം എന്ന നിലയ്ക്ക് യാതൊരു പ്രവർത്തനം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പൊ ഈ പുതുക്കാട് മണ്ഡലത്തിലെ കർഷകരുടെ ഒക്കെ ഒരു അവസ്ഥ എന്താണ്? ഏത് രീതിയിലാണ് പോകുന്നത്? കാർഷിക മേഖല എന്ന് പറഞ്ഞ സമയത്ത് പറപ്പൂക്കര പഞ്ചായത്ത് മഴ പെയ്താൽ ആ കർഷകർ ഒരുപാട് കഷ്ടപ്പാടുകൾ കഴിച്ച് നെല്ല് വിളവെടുക്കുന്ന സമയത്ത് കൊയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം, ആ വെള്ളം പോവാനായിട്ട് ബണ്ട് കെട്ടി അതിന്റെ വെള്ളത്തിന് സൗകര്യം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് യാതൊരു മേഖലയിൽ വികസനം ചെയ്യാൻ പറ്റാത്ത ഒരു മന്ത്രിയായിരുന്നു രവീന്ദ്രൻ മാഷ്. റോഡുകളുടെ അവസ്ഥ എന്താണ് ഈ ഒരു മണ്ഡലത്തിൽ? റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുതുക്കാട് ഹൈവേയിൽ നിന്ന് പുതുക്കാട് മുപ്പിളിയം റോഡ്, ആ മുപ്പിളിയം റോഡിന്റെ ശോചനീയാവസ്ഥ, നിരവധി പേര് കുണ്ടും കുഴിയിലും പെട്ട് 2 വീലർ യാത്രയിലിടയിലും ആക്സിഡന്റായിട്ട് മരിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വന്ന MLA ശ്രീ രാമചന്ദ്രൻ, അദ്ദേഹത്തിന് പോലും ആ മുപ്പിളിയം പുതുക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ പറയാം, പുതുക്കാട് പഞ്ചായത്തിലെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 9 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് വടക്കേ തെരുവില്, ആ വടക്കേ തെരുവിന്റെ പ്രദേശം തീർത്തും SC കോളനി കേന്ദ്രീകരിച്ചുള്ള ഒരു കോളനിയാണ്. ആ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധജല ഒരു പദ്ധതി നടപ്പിലാക്കി. പക്ഷെ ആ പദ്ധതി രവീന്ദ്രൻ മാഷ് ഉദ്ഘാടനം ചെയ്ത് പോകുന്നതല്ലാതെ ആ പദ്ധതിയുടെ പൂർത്തീകരണവും സാധാരണക്കാരായ ജനങ്ങൾക്ക്, SC വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം, ശുദ്ധജലം കൊടുക്കുവാനായിട്ടുള്ള അതിന്റെ തുടർ പ്രവർത്തനം ഇതുവരെ നടത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അങ്ങനെ അതുപോലെ തന്നെ നെല്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കഴിഞ്ഞ 15 വർഷക്കാലമായി അദ്ദേഹം MLA ആയി തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പാസ്സായി എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാനായിട്ട്, തുടർ പ്രവർത്തനം ഇതുവരെ ആ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ചെമ്പുചിറവ് സ്കൂള്, അതുപോലെ തന്നെ രണ്ടാങ്കല്ല്, പുതുക്കാട് പഞ്ചായത്തിലെ രണ്ടാങ്കല്ല് കുടിവെള്ള പദ്ധതി, ആ രണ്ടാങ്കല്ല് കോളനിയെ സംബന്ധിച്ച് ഏകദേശം 90ഓളം വീടുകളുണ്ട്. ആ 90ഓളം വീടുകളിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് ആ കുടിവെള്ള പദ്ധതി ഇതേവരെ നമുക്കറിയാൻ സാധിക്കും, പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പൊക്കെ നവംബർ ഡിസംബർ മാസ കാലഘട്ടങ്ങളിൽ വെള്ളം തീരെ കിട്ടാതെ ആ കോളനി നിവാസികൾ വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ എണ്ണി പറഞ്ഞാൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതല്ലാതെ അത് പൂർത്തീകരിക്കുവാനായിട്ട് രവീന്ദ്രൻ മാഷിക്ക് സാധിച്ചിട്ടില്ല. അപ്പോ ഈ മാഷിനെ ഇവിടെ മത്സരിപ്പിക്കാതിരുന്നത് സ്വാഭാവികമായിട്ട് തോൽക്കും എന്നുള്ളൊരു CPM-ന്റെ ഭയം കൊണ്ടായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വികസനം ചെയ്യാത്ത ഒരു MLA-നെ വീണ്ടും നിർത്തി കഴിഞ്ഞാൽ CPM അത് ബോധപൂർവം അദ്ദേഹത്തെ ഇപ്പൊ കേൾക്കുന്നത് മണലൂരിലേക്ക് ആണ് അദ്ദേഹത്തിനെ മാറ്റി എന്ന് പറയുന്നത്. മണലൂർ ജനങ്ങളെ എങ്ങനെ അത് വിധി എഴുതുമെന്ന് നമുക്ക് കണ്ടറിയാൻ തന്നെ വേണം.
അവിടുത്തെ ഈ ജനങ്ങളോട് ഈ MLA യുടെ ഈ പ്രവർത്തന കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മണലൂരിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും മണലൂർ ജനങ്ങൾ നമുക്കറിയാൻ സാധിക്കും, കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്. അപ്പൊ ആ BJP സർക്കാരിന്റെ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാനായിട്ട് BJPക്ക് മാത്രമേ സാധിക്കുള്ളൂ. അദ്ദേഹത്തിന് അവിടെ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുന്ന സമയത്ത് സാധാരണക്കാരായ ജനങ്ങൾ പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ TV ചാനലൊക്കെ വായിക്കുന്നതാണ്. അദ്ദേഹം പുതുക്കാട് മണ്ഡലത്തിൽ ഒരു വികസനം ചെയ്യാത്ത ഒരാള് ഈ മണലൂർ മണ്ഡലത്തിൽ വന്ന എന്ത് വികസനം ചെയ്യാൻ സാധിക്കുമെന്ന് ജനങ്ങൾ വിധി എഴുതും.